മുണ്ടയാമ്പറമ്പ് തറയ്ക്കുമീത്തൽ ഭഗവതി ക്ഷേത്ര ഭണ്ഡാരം തുറക്കുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര ജനകീയ സമിതി തടഞ്ഞു. ക്ഷേത്ര നവീകരണത്തിനും ഉത്സവ നടത്തിപ്പിനുമായി രൂപം കൊണ്ട ജനകീയ കമ്മിറ്റിയെ കഴിഞ്ഞ ദിവസം ദേവസ്വം കമ്മീഷണർ പിരിച്ചുവിട്ടിരുന്നു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ക്ഷേത്ര നവീകരണ കമ്മിറ്റി കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്തില്ലെന്ന കാരണം പറഞ്ഞായിരുന്നു പിരിച്ചുവിടൽ. കഴിഞ്ഞ ദിവസം നടന്ന ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ക്ഷേത്ര ഭണ്ഡാരം തുറന്ന് പണം എണ്ണിത്തിട്ടപ്പെടുത്താൻ എത്തിയപ്പോഴാണ് പിരിച്ചുവിട്ട ജനകീയ കമ്മിറ്റി അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത്. ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസറെ തടഞ്ഞുവെക്കുകയും ഭണ്ഡാരം തുറക്കുന്നത് തടയുകയും ചെയ്തു. കാര്യം പറയാനില്ല. നിങ്ങൾ ഞങ്ങളുടെ കമ്മിറ്റി ടെർമിനേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന അവധി ഞങ്ങൾ കേൾക്കുമായിരുന്നു. ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്തു. ഞങ്ങളിപ്പം വഴിപോക്കരാണ്. പക്ഷെ ഞങ്ങൾക്ക് ബാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിപ്പോ തീർക്കണം. ഇന്ന് വേറെ ഇനി വർത്താനല്ല. നിങ്ങൾ ഏത് പൊന്നിയം പറയാൻ വിളിച്ചോ, വേറെ വർത്താനൊന്നും ഇല്ല. നിങ്ങൾ ടെർമിനേറ്റ് ചെയ്തു. നിങ്ങളാണ് ചെയ്തത്. നല്ല മനുഷ്യൻ അയാൾ പറഞ്ഞത് നിങ്ങളുടെ തോന്നിയ നിങ്ങൾ കാണിച്ചതിന്റെ ഭാഗമാണ്. നിങ്ങൾ ഒന്നും കൂടി കമ്മീഷണർ പറഞ്ഞു, ഇത്രയും മാന്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിക്ക് എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തില്ല എന്ന് അതിന് മുന്നത്തെ യോഗത്തിൽ നിങ്ങളോട് ചോദിച്ചില്ലേ? എന്നിട്ട് അതിനുശേഷം പിറ്റേ ദിവസം നിങ്ങളോട് വന്നേച്ച് നേരെ തലകുത്തി മറിഞ്ഞേച്ച് ടെർമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി കൊണ്ടോട്ട് നിങ്ങൾ ഓർഡർ കൊടുക്കാം. ഞങ്ങൾക്ക് വേറെ ഭാഷ്യങ്ങളും ഇതൊന്നും അറിയത്തില്ലാന്ന് വിചാരിക്കരുത് നിങ്ങൾ. ഇവിടെ വേണ്ട, ഇത് മുണ്ടയാമ്പറമ്പാണ്, ഇവിടെ അതൊന്നും വേണ്ട. ഇവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. വേറെ ഒന്നും ഒരു വർത്തമാനം ചെക്കപ്പ് 2 മിനിറ്റ് നിങ്ങൾ കൊണ്ടുപോകും. 2 മിനിറ്റ് കൊണ്ട് ഒരു ചെക്കപ്പ് ഇട്ടോ. വേറെ ഒരു വർത്തമാനില്ല. 24,77,000 ചില്ലുവാനും രൂപ ഇവിടെ പൈസ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ല. ഞങ്ങളെ പോലുള്ള ഒരു നാടുകളെ തെണ്ടി നടന്ന് ജനങ്ങളോട് പറഞ്ഞിട്ട് അവരിത് കേട്ടറിഞ്ഞു ഇവിടുത്തെ ആവശ്യത്തിനും കൊണ്ടെത്തുന്ന പൈസ നിങ്ങളിട്ട് കുട്ടടിക്കുന്നേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഒരു കൂട്ടം ആളുകള് മാത്രമല്ല, മാതൃസമിതി അമ്മമാര്, ഞങ്ങൾക്ക് കൂലിപ്പണി എടുത്ത് നടക്കുന്നവരാ. 1 മാസം 1.5 മാസം തെണ്ടി നടന്നിട്ട് പൈസ പിരിച്ചിട്ട് ഇവിടെ ഓരോ ഏർപ്പാട് നടത്തുന്നത് മനസ്സിലായോ? എന്റെ വീട്ടിൽ കഞ്ഞി വെക്കേണ്ട പൈസക്ക് ഞാൻ പണിക്ക് പോകാതെ ഇവിടുത്തെ കാര്യത്തിൽ നടന്നിട്ട് നിങ്ങൾ അങ്ങനെ വല്ലതും കൊണ്ടുവന്നിട്ട് ഇവിടെ പത്രക്കാരെ നിങ്ങൾ നമ്മൾ കുറവ് ഓഫീസർമാരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ക്ഷേത്രം നവീകരണത്തിനായി കമ്മിറ്റി ചെലവഴിച്ച 24 ലക്ഷത്തോളം രൂപ ദേവസ്വം ബോർഡിൽ നിന്നും കിട്ടാനുണ്ടെന്നും ഇത് നൽകിയതിനു ശേഷം ഭണ്ഡാരം തുറന്നാൽ മതിയെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളുടെയും ആഘോഷ കമ്മിറ്റിയുടെയും വരവ് ചെലവ് കണക്കുകൾ ജനകീയ കമ്മിറ്റി ഓഡിറ്റ് ചെയ്ത് കമ്മീഷണർക്ക് സമർപ്പിച്ചിരുന്നു. കമ്മിറ്റിക്ക് ലഭിക്കുവാനുള്ള തുകയുടെ കാര്യത്തിൽ തീരുമാനം ഇല്ലാത്തതിനെ തുടർന്നാണ് പ്രതിഷേധമുണ്ടായത്. വളരെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് മുണ്ടയാമ്പറമ്പ് തറയ്ക്കുമീത്തൽ ഭഗവതി ക്ഷേത്രം. ഈ ദേവീക്ഷേത്രത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഭക്തജനങ്ങളുടെ വലിയ പൊതുയോഗം വിളിച്ചു ചേർത്തുകൊണ്ട് കഴിഞ്ഞ 10-20 വർഷക്കാലമായി ഈ ക്ഷേത്രത്തിൽ പൊതുയോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് ജനകീയ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ഷേത്ര കമ്മിറ്റി ക്ഷേത്രത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ജനകീയ കമ്മിറ്റി ബഹുജനങ്ങളുടെ പിന്തുണയോടുകൂടി അവരുടെ സാമ്പത്തിക സമാഹരണത്തിലൂടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ക്ഷേത്ര പ്രവേശന കവാടവും ആൽത്തറയും ക്ഷേത്രക്കുളത്തിൻ്റെ നവീകരണവും ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ നിർമ്മാണവും ഉജ്ജ്വലമായി നടപ്പന്തലുമൊക്കെ. ഈ പരിസര പ്രദേശത്തുള്ള ജനങ്ങളുടെ വലിയ പിന്തുണയോടുകൂടി അവരുടെ സാമ്പത്തിക സമാഹരണം നടത്തിക്കൊണ്ട് നടത്തിയതാണ്. പക്ഷേ 2016 മുതൽ ഇങ്ങോട്ടേക്ക് ക്ഷേത്രത്തിന് വലിയൊരു ഊട്ടുവര നിർമ്മിക്കുക, ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി വലിയൊരു ഊട്ടുവര നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ക്ഷേത്ര കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2025 ഈ ക്ഷേത്ര കമ്മിറ്റിയെ തികച്ചും അകാരണമായി അപ്രതീക്ഷിതമായി പിരിച്ചുവിട്ടുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ഉത്തരവ് വരുന്നത്. ക്ഷേത്ര കമ്മിറ്റി 2018 രൂപീകരിച്ച് അംഗീകരിച്ചതിന് ശേഷം ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള പ്രളയത്തിൻ്റെയും പിന്നീട് വന്ന കോവിഡിൻ്റെയും പശ്ചാത്തലത്തിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ രൂപീകരണത്തിൽ ആരംഭകാലത്ത് സാമ്പത്തിക സമാഹരണം നടത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 2022 ജനങ്ങളുടെ അടുത്ത് നിന്ന് സാമ്പത്തിക സമാഹരണം നടത്തിക്കൊണ്ട് 1.5 കോടിയുടെ വലിയൊരു നിർമ്മാണ പ്രവർത്തനത്തിൽ 2022 മുതൽ ഇങ്ങോട്ടേക്ക് സാമ്പത്തിക സമാഹരണം നടത്തിക്കൊണ്ട് മുണ്ടയാമ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ പൈതൃകമായിട്ടുള്ള മുണ്ടയാമ്പറമ്പ് ഇടത്തിൻ്റെയും
മുണ്ടയാമറമ്പ് ദേവസ്വം ഓഫീസ് കെട്ടിടത്തിൻ്റെയും പ്രവൃത്തികൾ 90% 2024 ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. 2025 പ്രാരംഭ സമയത്തോടു കൂടിയിട്ട് ഊട്ടുപുരയുടെ അടിത്തറയുടെ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് 350 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന തരത്തിൽ വലിയൊരു പ്രവർത്തനം തുടക്കം കുറിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ട് അകാരണമായിട്ട് ഒരു നിർദ്ദേശവുമില്ലാതെ ക്ഷേത്രത്തിൻ്റെ അധികൃതരായിട്ടുള്ള മലബാർ ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ശുപാർശയിൽ കമ്മീഷണർ ഈ ക്ഷേത്ര കമ്മിറ്റിയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത്. ഈ കാലയളവിനുള്ളിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് നിർമ്മാണ പ്രവർത്തനത്തിന് മെറ്റീരിയൽസ് എടുത്ത രീതിയിലും നിർമ്മാണ പ്രവർത്തനത്തിന് കൂലി കൊടുക്കേണ്ട ഇനത്തിലുമായിട്ട് വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത വന്നിട്ടുണ്ട്. 20 ലക്ഷത്തിന് മേൽ ക്ഷേത്ര കമ്മിറ്റിക്ക് സാമ്പത്തിക ബാധ്യത വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ 20 ലക്ഷം രൂപ ക്ഷേത്ര കമ്മിറ്റിക്ക് തരണം, സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കമ്മീഷണറെ കണ്ടപ്പോൾ സമയത്ത് നിങ്ങളുടെ കണക്കുകൾ അടിയന്തരമായിട്ട് നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടിൽ ഓഡിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഓഡിറ്റ് റിപ്പോർട്ട് കളക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷവും ആ സാമ്പത്തികം തരാൻ വേണ്ടി ദേവസ്വം ബോർഡ് തയ്യാറാവുന്നില്ല. പിരിച്ചുവിട്ട ക്ഷേത്ര കമ്മിറ്റിക്ക് ആ തുക എത്രയും പെട്ടെന്ന് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ എക്സിക്യൂട്ടീവ് ഓഫീസറെ ഇവിടെ അകാരണമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് തുടങ്ങിയ പ്രതിഷേധം 3 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. ഇതിനിടയിൽ പോലീസും സ്ഥലത്തെത്തി. പോലീസ് പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ സ്ഥലത്തെത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കമ്മീഷണർ എത്തണമെന്നും അതിനുശേഷം ഭണ്ഡാരം തുറന്നാൽ മതിയെന്നും നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. തുടർന്ന് കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ 5-ാം തീയതി കമ്മീഷണർ സ്ഥലത്തെത്തുമെന്നും അതിനുശേഷം ഭണ്ഡാരം തുറക്കുകയുള്ളൂവെന്ന് ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ജനകീയ കമ്മിറ്റി തന്നെ ക്ഷേത്ര പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതാണ് നല്ലത് എന്ന് ക്ഷേത്ര ട്രസ്റ്റിമാർ പറഞ്ഞു. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരാളിലും ഉടമസ്ഥാവകാശവും നമ്മുടെ 2 ട്രസ്റ്റിമാർക്കാണ്. ഒന്ന് കനകത്തടം, ഒന്ന് കൊക്കായിപ്പാൻ, 2 പേർക്കാണ്. ഞങ്ങൾ ഈ കാര്യങ്ങൾ കുറേ വർഷങ്ങൾക്കുള്ളിൽ ഈ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ മുഴുവൻ ഇളകുന്നതും മുളകാത്തതുമായ മുഴുവൻ സ്വത്തുക്കളും ക്ഷേത്രത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ ട്രസ്റ്റി കുടുംബത്തിൽ നിക്ഷിപ്തമാണെന്നാണ് നമ്മുടെ ഈ ബോർഡ് ഏറ്റെടുക്കുമ്പോൾ കമ്മീഷൻ ഉത്തരവുള്ളത്. അങ്ങനെ അറ്റാച്ച് ചെയ്തതാണ്, എടുത്തിട്ടില്ല. പക്ഷേ ആ ഭരണം ശരിക്കും നമ്മളെ ട്രസ്റ്റിമാരെ ഭരിക്കാൻ ഇവർ വിടുന്നില്ല. എക്സിക്യൂട്ടീവ് ഓഫീസറെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജീവനക്കാരനല്ല, ബോർഡിൻ്റെ ജീവനക്കാരനുമല്ല, മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരനല്ല. ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അതാത് ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ്. അതാത് ക്ഷേത്രത്തിൽ നിന്നാണ് അവർക്ക് ഫണ്ട് കൊടുക്കുന്നത്, അവർക്കാണ് ശമ്പളം കൊടുക്കുന്നത്, അതാത് ക്ഷേത്രത്തിൽ നിന്നാണ്. ഈ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കൽ തുറക്കുന്ന ക്ഷേത്രമാണ്. പക്ഷേ ഒരു മാസത്തിൽ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് 50,000-ലധികം ശമ്പളം കൊടുക്കുന്നുണ്ട്. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് 2-3-5-6 ക്ഷേത്രത്തിൽ ചാർജ് ഉണ്ട്. പക്ഷേങ്കിൽ മാസത്തിൽ ഒരു ദിവസം തുറക്കുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നാണ് 50,000 രൂപ ശമ്പളം കൊടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു ചൂഷണമാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഫണ്ട് ഉണ്ടെങ്കിൽ ഇവിടുന്ന് മാത്രം എടുത്തുകൊണ്ടോ മാസം ഒരിക്കൽ വരുന്ന അദ്ദേഹത്തിനാണ് ഇത് കൊടുക്കുന്നത്. അത് വലിയ ഇതാണ്. ഈ കാര്യങ്ങൾ പൈസ ഫണ്ട് എടുക്കുന്നത് ട്രസ്റ്റിയോട് ചോദിക്കാണ്ട് ഒരു കാര്യങ്ങൾ നടത്താൻ പാടില്ല, ഫണ്ട് എടുക്കാൻ പാടില്ല എന്ന് ഈ നിയമമുണ്ട്. ആ നിയമം ലംഘിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രമല്ല, അതിൻ്റെ കമ്മീഷനെല്ലാം ഇത്രയും പ്രശ്നം വഷളാക്കാൻ കാരണം ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെയാണ്. പ്രതിഷേധത്തിന് മുൻ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ MR സുരേഷ്, TM വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് അംഗം മിനി വിശ്വനാഥൻ, CK സുധാകരൻ, പതിയിൽ ബാലകൃഷ്ണൻ, അനിത രവീന്ദ്രൻ, സരസ്വതി റെജി എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം ട്രസ്റ്റി കനകത്തടത്തിൽ രത്തൻ വാഴുന്നവർ, കനകത്തടത്തിൽ കുഞ്ഞുമാധവൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ തയ്യാറായില്ല. ഹൈവിഷൻ ന്യൂസ്, ഇരട്ടി.